കലവറ എപ്പിസോഡ് 6 തൂക്കി ചുവന്ന കരങ്ങളോടെ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കാർടെക് ചെറുപുഴ. നമസ്കാരം. ഞങ്ങളുടെ മൂലങ്കടവ് റോഡിന്റെ പണി പാസ്സായിരുന്നു. അതിന്റെ കോൺട്രാക്ടർ ഇവിടെ വന്നിട്ട് പൈസ മേടിച്ചിട്ട് പോയി എന്ന് ഞങ്ങളാണ്. അത് എന്തുകൊണ്ട് ഞങ്ങൾ അവിടെ ഇതുവരെ പണി നടക്കുന്നില്ല, എന്തുകൊണ്ട് അത് പണി നടക്കുന്നില്ല, അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം വരുന്നത്. ചേട്ടാ, സർക്കാരിന്റെ കാര്യമാണ്, സർക്കാരിന്റെ കാര്യം തന്നെയാണ്. ഇപ്പൊ ചേട്ടൻ അതിനകത്ത് ആഴ്ചക്ക് വന്ന് ഇവിടെ വെള്ളം വെച്ചോണ്ട് വല്ല കാര്യം നടക്കുമോ? ആഴ്ചക്കാര്യം നടക്കുന്നല്ല, ഇത് പാസ്സായതാണ്. അവിടെ ഇത് പാസ്സായിട്ടുണ്ട് നടക്കും. ഞങ്ങളതിനാ ഉദ്യോഗസ്ഥർ വിട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കാര്യമായിട്ട് എന്തെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വല്ലതും മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ ഞങ്ങൾക്ക് റോഡ് പാസ്സായില്ല. ഇതിന്റെ മുകളിൽ നിങ്ങളെക്കാട്ടിലും വലിയ ആൾക്കാർ ഞങ്ങളുടെ ഇതിലെ ആൾക്കാരെ വിളിച്ചിട്ട് ഞങ്ങള് ധാരണയായിട്ട് ഞങ്ങൾ എന്നിട്ട് വേണ്ട കളിച്ച ഇവിടെ പഞ്ചായത്തിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ഏറ്റവും വലിയതെന്ന് വിചാരിക്കണ്ട. പണി നിങ്ങൾക്ക് പലതും ഉണ്ടാവും. നിങ്ങൾ ചിക്കിളിയും മേടിച്ച് പോക്കലിലിട്ട് ഞങ്ങൾക്കിട്ട് പണി വരുന്നു അല്ലേ? നടക്കുവല്ലോ. നമസ്കാരം. എങ്ങനെയുണ്ട് ഓണൊക്കെ? സുഖമല്ലേ? നമ്മുടെ ഓണം നിങ്ങൾ വിചാരിച്ചാലേ ഉഷാറാവുള്ളൂ. പറഞ്ഞില്ലേ സാറേ, നമ്മളെ ബില്ല് പാസ്സാക്കി കൂടെ? നമ്മൾ 15 പ്രാവശ്യമായിക്കൊണ്ട് നടക്കുന്നത്. പറഞ്ഞല്ലേ ചേട്ടാ, അതൊക്കെ നമ്മള് അതിന്റെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കമ്പിന്റെ കടയിൽ കൊടുത്തിട്ടില്ല, സിമെന്റ് കടയിൽ കൊടുത്തിട്ടില്ല, ലേബേഴ്സിന് കൊടുത്തിട്ടില്ല. ഈ പാസ്സാ ഞാൻ നടന്ന് ചെരുപ്പ് തഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഓണത്തിന് ചെറിയ സമ്മാനം കൊടുക്കുന്നുണ്ട്. സാറ് പറഞ്ഞത്രയൊന്നും ഇല്ല, ചെറിയ രീതിയിൽ വെച്ചേക്കാം. സാർ ഒന്ന് ദയവായിട്ട് പാസ്സാക്കണം കേട്ടോ, ഒന്ന് പാസ്സാക്കി തരണം. ഓണത്തിന് ലേബേഴ്സിനും കൊടുക്കണ്ടേ? ഹാപ്പി ഓണം. ഒന്ന് പെട്ടെന്ന് ശരിയാക്കി. ഹാപ്പി ഓണം. ഞാൻ വിജിലൻസിൽ നിന്നാണ്. ചെറിയ കൈക്കൂലി പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് ഇവിടെയോ? പിന്നെ ഇവിടെ അങ്ങനത്തെ യാതൊരു പരിപാടി കൈക്കൂലി വാങ്ങിയില്ല. നമ്മള് കൈകൊണ്ട് സാധനം വാങ്ങും, അത് ശരിയല്ലല്ലോ. അല്ല, കൈകൊണ്ട് വാങ്ങണമെന്നില്ല, അല്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ 15 പ്രാവശ്യം നടത്തുകയും കൈക്കൂലി ചോദിക്കുകയും ചെയ്തു. അതെ, സത്യമല്ലേ? സത്യം. ഒരു ചെറിയൊരു കലിങ്കിന്റെ പണി നടത്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പക്ഷെ ഒരു വർഷാവാകും ഒരു പാസ്സാക്കുന്നില്ല. ഞാൻ 10-15 പ്രാവശ്യം ഇവിടെ കയറിയിറങ്ങി. ഇവരെ എന്നോട് ക്യാഷ് ചോദിക്കുക. അപ്പൊ ഇന്ന് ഞാൻ അതുകൊണ്ട് ഞാൻ ഇൻഫർമേഷൻ സാറിനടുത്ത് കൈമാറി ഇന്ന് കാശ് എടുത്ത് കൊണ്ട് കൊടുക്കുകയും ചെയ്തു. എന്റെ ബില്ല് പാസ്സായി കിട്ടിയില്ല. പൈസ കൊടുത്തിട്ടില്ലേ? കൊടുത്തു. ഇവിടെയാണ് എന്റെ കുറച്ച് ക്ലറിക്കൽ പേപ്പർ വർക്കുകൾ കൂടെ കുറച്ച് നമ്മുടെ ഭാഗത്തുനിന്ന് റെഡിയാവാനുണ്ടായിരുന്നു. ക്യാഷിന്റെ ചുമ്മാ ഒന്നുമില്ല. ഞാനൊന്നും മേടിച്ചിട്ടില്ല. അപ്പൊ ഇതൊന്ന് സെർച്ച് ചെയ്തോ? ഞാൻ കൊടുത്താണ് സാറേ. അപ്പൊ ഈ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് വന്നാണ്. ഇപ്പൊ ബാങ്കിൽ രേഖകള് ബാങ്കിലല്ലേ കൊടുക്കുക, നമ്മളല്ലാണ്ട് ഇവിടെ ബാങ്കിൽ കൊടുത്തതിന് അങ്ങനെയുണ്ടല്ലേ? ഇപ്പൊ എന്റെ അടുത്ത് കുറച്ച് രേഖകളുണ്ട്. അപ്പൊ ഈ സീരിയൽ നമ്പർ പ്രകാരമുള്ള സാധനമാണ് ഇതിന്റെ മുകളിൽ തന്നെ ഇരിക്കുന്ന നോട്ട്. ഇങ്ങോട്ടുള്ള നോട്ടുകളൊക്കെ തന്നെ ഞാന് അക്കവിട്ട് ഈ ക്യാഷ് മുഴുവനും അക്കവിട്ടത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ സാധനം എന്റെ കയ്യിലിരുന്ന നോട്ട് എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലെത്തുക? എനിക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്നതല്ല, ഇത് ഇദ്ദേഹത്തിന്റെ അടുത്ത് കുറച്ചു മുമ്പേ കൊടുത്തു വിട്ടതാണ് ഞങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ താങ്കളെ തെളിവ് സഹിതം പിടിച്ചിരിക്കുകയാണ്. യു ആർ അണ്ടർ അറസ്റ്റ്. കലവറയുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്കായി സമർപ്പിച്ചത് കാർടെക് ചെറുപുഴ. ടെൻഷൻ വേണ്ട, കാർടെക് ചെറുപുഴ നിങ്ങളോടൊപ്പം. പരിചയസമ്പന്നരായ മെക്കാനിക്കുകൾ, കൃത്യസമയത്തുള്ള ഡെലിവറി. കാർടെക് ചെറുപുഴ ഡിംഗ് ആൻഡ് ബോഡി പെയിന്റിംഗ്. ഇപ്പോൾ തന്നെ വിളിക്കൂ.